2025 ഓക്സ്ഫോർഡ് ഡിക്ഷണറി വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വാക്ക് റേജ് ബെയ്റ്റ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് വാക്കാണ്. ആ വാക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് വാക്കായിട്ട് പരിചയമില്ലായിരിക്കും. പക്ഷേ ഓരോ നിമിഷവും സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന നമ്മൾ ആ റേജ് ബെയ്റ്റിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കുറേയധികം എക്സാമ്പിളുകൾ ഈ റേജ് ബെയ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി വന്നതിന് ശേഷം പ്രമുഖ നടന്റെ സിനിമ റിലീസാവുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ തന്നെയും നമ്മൾ ഫോളോ ചെയ്യാത്ത, നമ്മളുമായിട്ട് യാതൊരുവിധ ഇന്ററാക്ഷൻ ഇല്ലാതിരുന്ന ഒരുപാട് പേജുകളിൽ നിന്ന് നമ്മളെ പ്രകോപിപ്പിക്കുന്നത്, ദേഷ്യം പിടിപ്പിച്ച് നമ്മളെ കൊണ്ട് കമന്റ് ചെയ്യിപ്പിക്കുന്ന നിരവധി കണ്ടന്റുകൾ നമ്മൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. ഇതിനെയാണ് റേജ് ബെയ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളെ ബോധപൂർവം പ്രകോപിപ്പിച്ച് നമ്മളെ കൊണ്ട് പ്രതികരിപ്പിച്ച് ഉള്ളതാണ്. ആ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് ഒരു ഗുണകരമായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് റേജ് ബെയ്റ്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞ നടന്റെയോ മറ്റ് ഉദാഹരണങ്ങളൊക്കെ നമ്മൾ നിരന്തരം ഫേസ് ചെയ്യുന്നതും അല്ലെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത ചില കാര്യങ്ങളും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളതാണ് വളരെ പ്രശസ്തനായ ഒരു മനുഷ്യൻ, ഇപ്പൊ ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരാള് ഒരു ഫോട്ടോയും അതിന്റെ താഴെ കുമാരനാശാന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള കവിതയും താഴെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അവസാനം എഴുതിയിട്ടുണ്ട് ഈ വള്ളത്തോളിന്റെ വളരെ പ്രശസ്തമായ വരികൾ എന്ന കുമാരനാശാന്റെ വരികൾക്ക് താഴെ എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തിന് അവിടെ കമന്റ് ചെയ്തില്ല. ഒരുപാട് ആൾക്കാർ അത് വള്ളത്തോളല്ല കുമാരനാശാനാണെന്ന് ആ കമന്റിന്റെ താഴെ ആ പോസ്റ്റിന്റെ താഴെ കമന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ഇൻബോക്സിൽ പോയിട്ട് അത് തെറ്റിപ്പോയെന്ന് തോന്നുന്നു, കുമാരനാശാനല്ല അത് വള്ളത്തോളാണ്. അപ്പൊ അദ്ദേഹം എനിക്ക് തന്ന മറുപടി അതെനിക്കറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വള്ളത്തോളെന്ന് എഴുതിയത്. അത് തിരുത്തൽ ശരിക്കും അയാൾ അവിടെ വിറ്റ് കാശാക്കുകയാണ്. ഇതിനെ ശരിക്കും കോൺഫിഡന്റ് ഇൻകറക്റ്റ്നെസ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. എന്ന് വെച്ചാൽ നമ്മളെ കോൺഫിഡന്റ് ആയിട്ട് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇട്ടുകൊടുക്കുകയും അതിന്റെ പ്രതികരണങ്ങളെ വിറ്റ് നമ്മൾ റീച്ച് കൂട്ടുകയും ആ വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ചായ ഇടുമ്പോൾ അതിൽ കുറച്ച് ഒരു ഉപ്പ് കൂടെ ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യം കൂടുതൽ വർദ്ധിക്കും, അല്ലെങ്കിൽ മറ്റ് കൊളസ്ട്രോൾ കുറയും എന്നൊക്കെ പറഞ്ഞ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് അറിയുന്ന ആൾക്കാരെല്ലാവരും വന്നിട്ട് ഇതിന് രണ്ട് പക്ഷം ഉണ്ടാവും തീർച്ചയായിട്ടും. ആ രണ്ട് പക്ഷക്കാരും വന്ന് അവിടെ കമന്റ് ചെയ്യുകയും ഇത് കൂടുതൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും ഇതൊരു മണ്ടത്തരമാണെന്ന് പറയുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ അവിടെ കൂടുതൽ. പക്ഷേ ചായയിൽ ഉപ്പിട്ട് കുടിക്കുക എന്നുള്ളതല്ല ആ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത ആളിന്റെ ലക്ഷ്യം. ആ കണ്ടന്റിന് റീച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അവിടെയും ഈ പറഞ്ഞ സംഗതി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്.